പോലീസ് വാഹനങ്ങളുടെ സഞ്ചാരപാത അറിയിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പ്. കാസർഗോഡ് രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഫാമിലി എന്ന പേരിലായിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നത്. ഗ്രൂപ്പിലുള്ളവർ ഓൺലൈൻ ലോട്ടറി, മദ്യ, മയക്കുമരുന്ന് മാഫിയ സംഘത്തിൽ ഉള്ളവരാണ് എന്ന് പോലീസ് കണ്ടെത്തി. ഗ്രൂപ്പ് അഡ്മിന്മാർക്കെതിരെയും പോലീസിന്റെ വിവരങ്ങൾ കൈമാറിയവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കണ്ടെത്തുന്നത്? ഇതിൽ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? ഗൗരവമുള്ള വിഷയമാണ്. പോലീസിന്റെ തുടർ നീക്കം എങ്ങനെ? അരുൺ പാറക്കൽ. റീജിത്ത്, ഇന്ന് ഉച്ചയ്ക്ക് 2:30 രാജപുരം പോലീസ് സ്റ്റേഷനിലെ SI പ്രദീപ് കുമാറും സംഘവും ഈ പെട്രോളിംഗ് നടത്തിയത്. അതിനിടയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ചതിന് കള്ളാർ സ്വദേശി അജീഷ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് ഇപ്പോൾ പോലീസിന് ഈ വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടെത്താൻ സാധിച്ചത്. ഫാമിലി എന്ന പേരിലാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുള്ളത്. 80 അംഗങ്ങളാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ഈ ഗ്രൂപ്പിൽ രാജപുരം പോലീസ് സ്റ്റേഷനിലെ വാഹനങ്ങളുടെയും പാണത്തൂർ OPയിലെ പോലീസ് വാഹനങ്ങളുടെയും കോഡ് ഉപയോഗിച്ച് വാഹനങ്ങൾ എങ്ങോട്ട് പോകുന്നു, എവിടെയൊക്കെ പരിശോധനയ്ക്ക് വരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഈ ഗ്രൂപ്പിലൂടെ വിവരങ്ങൾ കൈമാറുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഓഡിയോ മെസ്സേജുകൾ ഉൾപ്പെടെ പോലീസിന്റെ കൈവശമുണ്ട്. 4 അഡ്മിന്മാരാണ് ഈ ഗ്രൂപ്പിന് ഉള്ളത്. 80 അംഗങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ കുറ്റകൃത്യമാണ്. രാജപുരം പോലീസ് സ്റ്റേഷനിലെയും പാണത്തൂർ OPയിലെയും പോലീസ് വാഹനങ്ങൾ ഏതൊക്കെ ഭാഗത്ത് പരിശോധനയ്ക്ക് വരുന്നുണ്ട് എന്ന കാര്യം ഈ മാഫിയ സംഘത്തിന് കൈമാറുന്ന ഒരു ഗ്രൂപ്പാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഈ ഗ്രൂപ്പിലുള്ള ആളുകളെ കുറിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ ഇവരൊക്കെ തന്നെ ഓൺലൈൻ ലോട്ടറി വ്യാപാരം നടത്തുന്ന ആളുകളും മയക്കുമരുന്ന് മാഫിയ സംഘത്തിൽപ്പെട്ട ആളുകളുമാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും 19 പേർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ ആളുകൾക്കെതിരെ കേസുണ്ടാവും, അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് പോലീസ് പറയുന്നത്. ശ്രീജിത്ത്, അരുൺ പാറക്കൽ, ഇവരുടെ ഒരു പ്രവർത്തന രീതി സാധാരണ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലാണ്. ഇങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് എന്ന് പങ്കുവെക്കുന്ന തരത്തിലുള്ള, അതൊരുപക്ഷെ രഹസ്യമായിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ ഇത്ര വിപുലമായ രീതിയിലുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പോലീസ് എങ്ങനെയാണ് ഇവരുടെ ഒരു പ്രവർത്തന രീതിയൊക്കെ വിശദീകരിക്കുന്നത്? അരുൺ, ശ്രീജിത്തെ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, അതായത് ഒരു 2 ആഴ്ച മുൻപ് രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ വ്യാപകമായി ഓൺലൈൻ ലോട്ടറി വ്യാപാരം നടത്തുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെ 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവരുടെ അറസ്റ്റിന് ശേഷമാണ് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകൃതമായതെന്നാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ അറസ്റ്റിന് ശേഷം പോലീസ് ഏതൊക്കെ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്, ആരെയൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കും, വീടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഈ മാഫിയ സംഘത്തിന് കൈമാറാനാണ് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഈ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടെന്നും പോലീസ് പറയുന്നുണ്ട്. 80 അംഗങ്ങൾ ഈ ഗ്രൂപ്പിലുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഓൺലൈൻ ലോട്ടറി വ്യാപാരം മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ കാഞ്ഞങ്ങാട്, ഒടയഞ്ചാൽ, കള്ളാർ ഭാഗങ്ങളിലൊക്കെ തന്നെ ഓൺലൈൻ ലോട്ടറി വ്യാപാരമുണ്ട്. അതെങ്ങനെ ഈ ഓൺലൈൻ ലോട്ടറി വ്യാപാരം ഒറ്റ നമ്പർ ലോട്ടറികളാണ്. അതായത് ഈ അടിക്കുന്ന ലോട്ടറികളുടെ നമ്പറുകൾ കേന്ദ്രീകരിച്ച് വാട്സപ്പിലൂടെ പണം കൈമാറുകയും അത് അങ്ങനെയാണ് ഈ ലോട്ടറി വ്യാപാരം നടത്തുന്നത്. അതിൽ ഒരുപാട് ആളുകൾ, സാധാരണക്കാർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇരയാവുകയും ആത്മഹത്യയുടെ വക്കിലേക്ക് ആളുകൾ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവം പുറത്തു വന്നതോടുകൂടിയാണ് പോലീസ് വ്യാപകമായി ഈ ഓൺലൈൻ ലോട്ടറി വ്യാപാരം നടത്തുന്ന ആളുകളെ കുറിച്ച് കേന്ദ്രീകരിച്ച് റെയ്ഡ് നടത്തിയത്. അതിനുശേഷമാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകൃതമായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. നാളെ അറസ്റ്റ് ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. റീജിത്ത്, ശരി, പോലീസിന്റെ നീക്കം എങ്ങനെയാണ്, പോലീസ് വാഹനങ്ങളുടെ സഞ്ചാരപാത എങ്ങനെയാണ് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാസർഗോഡ് രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഫാമിലി എന്ന പേരിലാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് ഈ ഗ്രൂപ്പിലുള്ളവരെ കുറിച്ച് അന്വേഷണം നടക്കുന്നു. അതിലാണെങ്കിൽ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിന്റെയും മയക്കുമരുന്ന് മാഫിയയുടെയും ഒക്കെ സംഘത്തിലുള്ളവരാണ് ആ ഗ്രൂപ്പിലുള്ളത് എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പോലീസ് ഇപ്പോൾ കർശന നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്.